ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിർത്തണമെന്ന് യോഗക്ഷേമ സഭ. ഏകാദശി നാളിലെ ഉദയാസ്തമന പൂജ ഉപേക്ഷിച്ചത് അംഗീകരിക്കാനാവില്ല. പൂജകൾ മുടങ്ങിയാൽ ചെയ്യുന്ന പ്രായശ്ചിത്തം ഗുരുവായൂർ ക്ഷേത്രത്തിൽ അടിയന്തരമായി ചെയ്യണം. ശ്രീ ശങ്കരാചാര്യർ മിത്തെന്ന തന്ത്രിയുടെ നിലപാടിലും യോഗക്ഷേമ സഭ പ്രതിഷേധം അറിയിച്ചു. മിഥുൻ അയ്യപ്പൻ ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, എന്താണ് വിവരങ്ങൾ? ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ള ആചാര ലംഘനവും അതുപോലെ തന്നെ തന്ത്രിയുടെ ചില നടപടികളും സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒന്ന്, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആചാരങ്ങൾ, ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഉദയാസ്തമന പൂജ വേണ്ട എന്ന് നിശ്ചയിച്ചത് ഒരു തരത്തിലും അംഗീകരിക്കാനാവുന്നതല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ഈ പൂജകൾ മുടങ്ങിയാൽ ചെയ്യുന്ന പ്രായശ്ചിത്തങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അടിയന്തരമായി ചെയ്യേണ്ടതുണ്ട്. ഒപ്പം തന്നെ മുടങ്ങിയ പൂജകൾ എന്തൊക്കെയാണോ അതെല്ലാം ആവർത്തിക്കുകയും വേണം. ഏതെങ്കിലും തരത്തിൽ അശുദ്ധി ഉണ്ടായാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുണ്യാഹം ഉൾപ്പെടെയുള്ള ശുദ്ധിക്രിയകൾ ചെയ്യാറുണ്ട്. ക്ഷേത്രം അടച്ചിട്ടുകൊണ്ട് അല്ലെങ്കിൽ സന്ദർശകരെ നിജപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലുള്ള ശുദ്ധിക്രിയകളെല്ലാം തന്നെ ചെയ്യേണ്ടതുണ്ട്. അതും ക്ഷേത്രം തന്ത്രിയുടെ ഇത്തരം നടപടികൾ ഇതിന് കാരണമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് യോഗക്ഷേമ സഭ വ്യക്തമാക്കി പറയുന്നു. മറ്റൊന്ന്, ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശ് നമ്പൂതിരിപ്പാട് ഇത്തരത്തിൽ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ നൽകിയിരിക്കുന്ന ഒരു പരാമർശത്തെ കുറിച്ചാണ്. ശങ്കരാചാര്യർ ഒരു മിത്ത് ആണ് എന്നുള്ള തരത്തിലുള്ള ഒരു പരാമർശമാണ് തന്ത്രി ദിനേശ് നമ്പൂതിരിപ്പാടിന്റെ നിലപാടിലുണ്ടായിരുന്നത്. ഇതിന് ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുകയാണ് യോഗക്ഷേമ ചെയ്യുന്നത്. ശങ്കരഭാഷ്യം ഉൾപ്പെടെയുള്ള കൃതികളുടെ കർത്താവായ ശ്രീ ശങ്കരാചാര്യനെ തള്ളിപ്പറഞ്ഞ തന്ത്രി ഹൈന്ദവ സമൂഹത്തിന് തന്നെ അപമാനമാണ് എന്നാണ് യോഗക്ഷേമ സഭ ഇത്തരത്തിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിരന്തരമായി ഇത്തരത്തിൽ നടക്കുന്ന ഈ ഒരു ആചാര ലംഘനങ്ങളുണ്ട്. അതിന് തടയിടുന്നതിന് വേണ്ടി ഉത്തരവാദപ്പെട്ടവർ ശ്രമിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ അതൊരു മുന്നറിയിപ്പ് എന്നുള്ള തരത്തിൽ തന്നെ വേണം അതിനെ പറയാൻ. ശക്തമായിട്ടുള്ള ഇടപെടലുകൾ വേണം. നിരന്തരമായി വികസന പ്രവർത്തനങ്ങളുടെ പേരിലും അതുപോലെ തന്നെ ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ പേരിലും ആചാരാനുഷ്ഠാനങ്ങളിൽ കോംപ്രമൈസ് ചെയ്യുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങൾ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. അത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. ഇതിന് തടയിടാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ ശ്രമിക്കണമെന്നുള്ള നിർദ്ദേശമാണ് യോഗക്ഷേമ സഭ ഇപ്പോൾ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഓക്കെ, ശരി മിഥുൻ.